പക്ഷെ അതിൽ പിന്നെ ഈ കഥകൾ മെനയാൻ നസീർ സംക്രാന്തിയും ഉണ്ട്. ഞാൻ തുടങ്ങി ഇട്ട് കൊടുത്താൽ മതി, ബാക്കി നസീറൊക്കെ സെറ്റ് ചെയ്തോളൂ. അദ്ദേഹത്തെ പറ്റിയും കൂടി ചോദിക്കണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച, അദ്ദേഹം ജീവിതത്തിലെ ഏത് അവസ്ഥയിൽ നിന്നാണ് ഉണ്ടായിരുന്നത് നിന്ന് വലിയൊരു ഒരു കലാകാരൻ എന്നുള്ള രീതിയിലായാലും ശരി, സാമ്പത്തികപരമായിട്ടൊക്കെ രീതിയിലൊക്കെ ഒരു വലിയ വളർച്ച അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ആർക്ക്? നസീർ സംക്രാന്തി. ഇപ്പം കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സഹപ്രവർത്തകൻ എന്ന രീതിയിൽ നസീറൊക്കെ എൻ്റെ കൂട്ടുകാരനൊന്നുമില്ല, നസീറൊക്കെ കൊളീഗാണ്. ഓക്കെ, രണ്ടായിട്ട് തന്നെ വെച്ചിരിക്കുക. നസീറൊക്കെ ഞാനുമായിട്ട് കണക്ട് ആകാൻ ഭയങ്കര പാടാണ്. കാരണം നസീർക്കയുടെ ലോകം വേറെയാണ്, മനസ്സിലായി. എന്നെ മനസ്സിലാകത്തേയല്ല നസീർക്കാക്ക്. അതുകൊണ്ട് നസീർക്ക് എന്നെ പേടിയും കൂടെ ഉണ്ട്. അതെന്താ? എൻ്റെ അടുത്ത് ഭയങ്കര ഇതായിട്ട് എന്നെ ഭയങ്കര സ്നേഹമാണ്. സ്നേഹം കൊണ്ടുള്ളൊരു പേടിയുണ്ടല്ലോ, ഓ ഓ ഓ ഓ അങ്ങനത്തെ ആളാണ്. ഇവൻ എന്ത് ചെയ്യും എന്ന്. മഞ്ജു ചേച്ചി പിന്നെ അവിടെ ചേച്ചിയായിട്ട് പിന്നെ ISI മുദ്ര കൊടുത്ത് മാറ്റി വെച്ചാണ്. ബഹുമാനം, സ്നേഹം എല്ലാം ഉണ്ട്. ഭയം എന്ത് ഒന്നാമത് ഇത്തരത്തിലുള്ള ഭയം, ഈ വ്യക്തികളെ ഭയം എന്ന് പറയുന്നൊരു സംഭവം ഇല്ലാത്തൊരാളാണ് ഞാൻ, മനസ്സിലായി. അങ്ങനെ മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയക്കേണ്ട ആവശ്യമില്ല. ഭയം ഒരു ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സാധനമാണ്. ഭയമല്ലല്ലോ മനുഷ്യബന്ധങ്ങൾക്കിടയിലുള്ള ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പം അതൊരു ഇന്ത്യൻ കേരള കോൺസെപ്റ്റൊക്കെ ആയിരിക്കും, ഭാര്യ ഭർത്താവിനെ ഭയത്തോടെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്നത്. അതിലൊന്നും ഒരു കാര്യമില്ല, അതൊക്കെ ചുമ്മാണ്, അതൊരു ഫേക്കായിട്ടുള്ള സാധനമാണ്. അങ്ങനെയില്ല. അങ്ങനെ ഞാൻ തിരിച്ചോട്ടെ. ഇപ്പോൾ ഭാര്യ ഉറങ്ങിക്കെടുക്കുന്നു സാബുമോൻ്റെ രാവിലെ, അപ്പോൾ ചായയുമായി കുളിച്ച് അണിഞ്ഞ് അടുത്തേക്ക് പോകുന്ന സാബുമോനെ കാണാൻ പറ്റുമോ? ഞാൻ കുളിച്ച് ഈറനണിഞ്ഞ് ചായ ഇട്ടുകൊണ്ട് കൊടുക്കുന്നത്. ഞാൻ കുളിച്ച് ഈറനണിഞ്ഞൊന്നും ചായ ഇട്ട് കൊടുക്കില്ല. എൻ്റെ പെണ്ണുപിള്ള ലേറ്റായിട്ടാണ് എണീക്കുന്നത്. ഞാൻ നേരത്തെ എണീക്കുകയാണെന്ന് എൻ്റെ അടുത്ത് ഇത്തിരി ചായ ഇട്ട് തരുമെന്ന് ചോദിക്കും. എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ചായ വരുത്തും. അപ്പം ഞാൻ ചോദിക്കും, ഒരു മര്യാദ വേണ്ട, ഇവിടെ പാലിരിപ്പുണ്ട്, അതെടുത്ത് ഒന്ന് തിളപ്പിച്ചൂടെ, അപ്പോഴത്തെ അത് ഇച്ചിരി എന്നിട്ട് തേയിലയും പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ചായയായി എന്ന് പറയും. എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പരിപാടിയാണ്, ഇങ്ങനത്തെ ഒരു ടെട്രാ പാക്ക് പോലത്തേനകത്ത് ചായ വരും. എന്നിട്ട് ഞാൻ ചായ കുടിക്കില്ല. ഇതിലേറ്റവും ചതി എന്ന് പറയുന്നത്, ഞാൻ കോളേജ് സമയത്ത് എൻ്റെ ബെഡിൽ ഞാൻ ഉണർന്ന് എണീക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ റൂം മുകളിലായിരുന്നു. മുകളിൽ കിടന്നുകൊണ്ട് ഉമ്മ ചായ എന്നൊരു നിലവിളിയുണ്ട്. ആ നിലവിളിയിൽ എൻ്റെ റൂമിൻ്റെ ഡോറിൽ ചായ വരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ച ശേഷം ഞാൻ പെണ്ണുപിള്ള അടുത്ത് എനിക്ക് രാവിലെ ചായ വേണം എന്ന് പറഞ്ഞപ്പം എൻ്റെ പെണ്ണുപിള്ള എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റാകും കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, അബ്സല്യൂട്ട്ലി ഐ ക്വിറ്റ് ദ ഹാബിറ്റ് ഓഫ് ഡ്രിങ്കിങ് ടീ. ചായ കൂടി ഞാൻ നിർത്തി. കാരണം ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തും എൻ്റെ ലൈഫിലെ ഒരു ഭയങ്കര ചലഞ്ചായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ തമ്മിലൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു, അളിയ വിൽസ് നിരോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും. ചായയും വിൽസുമായിരുന്നു അന്നത്തെ ഒരു ഫിൽട്ടർ സിഗരറ്റ്. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്രാൻഡ് മാറി എന്ന് പറയുന്ന പോലെ, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം ബ്രാൻഡും മാറി, ചായ കുടിയുടെ ഹാബിറ്റും മാറ്റി. കാരണം എനിക്ക് ചായ കിട്ടത്തില്ല എന്ന് ഞാൻ റിയലൈസ് ചെയ്തു. എന്നിട്ട് ഇതേ പെണ്ണുപിള്ള എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതേ പെണ്ണുപിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫ്. പെണ്ണുപിള്ള എന്ന് നമ്മൾ പറയുന്നത് ഒരു കൊളോക്കിയൽ യൂസേജാണ്. ഇവർ ചായക്ക് അഡിക്റ്റാണ്, മനസ്സിലായ? എന്നിട്ട് എൻ്റെ അടുത്ത് ചായ ഇട്ട് തരാൻ പറയും. പക്ഷേ ഈറിനാണെങ്കിൽ ഞാൻ പോകേണ്ട കാര്യമില്ല. എന്നോട് പറ്റണം, ഞാൻ ചായ ഇട്ട് വെച്ചിട്ട് ഞാൻ പറയും ചായ ഇട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയും. മുഖം ഒരു പ്രകാശിക്കലുണ്ട്, മനസ്സിലായ? ഇതൊക്കെ
ഈ കുറെ പഴയ കോൺസെപ്റ്റ്സ് വെച്ചിട്ട് ഇതിങ്ങനെ ഈറനണിഞ്ഞ് ഭാര്യ ഒന്ന് ചായ ഇറണം എന്നൊക്കെ പറയും. എൻ്റെ ഇപ്പൊ ജോലി ചെയ്യുന്നതാണ്, അവർക്ക് 1008 ജോലിയുണ്ട്, മനസ്സിലായേ? അതിൻ്റെ ഇടയിൽ ചെന്നിട്ട് ഈറനണിഞ്ഞ് വരണം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ പിള്ളേർ എന്നെ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് രാവിലെ എനിക്ക് മര്യാദയ്ക്ക് കുളിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞാൽ അവർ വല്ല വിഷമം കലക്കി തരും എനിക്ക്. ഇത് സംഭവം മാറിയാണ്. എൻ്റെ സമയത്ത് സ്കൂളെന്ന് പറഞ്ഞാൽ 9:30 മണിക്കാണ്, ഇപ്പം സ്കൂൾ 6 മണിക്കാണ് രാവിലെ, മനസ്സിലായേ? ഈ 6 മണിക്ക് ഇവർ 5 മണിക്ക് എണീക്കണം, മനസ്സിലായി? എന്നിട്ട് കുറേ ദൂരെ പോകണം. ഇതിൻ്റെ നടക്കത്തില്ല. അപ്പോൾ രാത്രി കുളിച്ചിട്ട് കിടന്ന് രാവിലെ പോയിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുളിക്കാൻ പറയും ഞാൻ. അതേ പറ്റുള്ളൂ. അല്ലാതെ ഈ പഴയ മറ്റേ കാർഷിക സാമൂഹിക വ്യവസ്ഥയായിരുന്നല്ലോ അന്ന്. പൈസ ഉള്ള കുറേ ജന്മിമാരും പണിക്ക് പോണ കുറേ മനുഷ്യരും. ഈ പൈസ ഉള്ള മനുഷ്യർക്ക് ഇങ്ങനെ ഇരുന്നിട്ട് രാവിലെ അങ്ങോട്ട് എണീക്കുക, ഈറിനണിഞ്ഞ് ചായ ഇട്ട് വരിക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് വളരെ മൈനോറിറ്റി 0.0001% സാധനത്തിനെ ഒരു ബിംബമാക്കി ഇങ്ങനെ പ്ലേസ് ചെയ്തതിൻ്റെ വിഷയമാണ്. കാരണം ആ വീട്ടിലൊന്നും ഒരു മനുഷ്യനും ജോലിക്ക് പോകണില്ല. ജോലിക്ക് പോകണ മനുഷ്യരെന്ന് പറയുന്നത് അവർക്ക് 1008 ജോലിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതൊന്നുമില്ല. രാവിലെ എണീറ്റ് പിന്നെ പളകുടയിൽ തലയിൽ കൂടെ വെള്ളം കോരി ഒഴിച്ച് ഓടുക എന്നുള്ളതാണ് പണിക്ക് കയറാൻ വേണ്ടി. ഇത് നമ്മളൊരു ബിംബമായിട്ട് എന്നിട്ട് ഇതിനകത്ത് സിനിമകളും ഭയങ്കര ഇത് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഇങ്ങനെയാണ് ഒരു എന്താ പറയുക, അതിനൊരു വാക്കുണ്ടല്ലോ, പൂമുഖവാദിക്കൽ അല്ല, അങ്ങനല്ലേ, ഒരു ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. ഒരു കണ്ടീഷന്റെ വൈഫ് ഇങ്ങനെ ആയിരിക്കണം, അതൊരു കണ്ടീഷന്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം, കുലസ്ത്രീയായ ഭാര്യ. അതുപോലെ കുലപുരുഷൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന കാര്യങ്ങൾ നോക്കണം. അങ്ങനൊന്നുമില്ല. മനുഷ്യർ പല രീതിയിലുള്ള സാധനങ്ങളാണ്, മനസ്സിലായോ? അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ 2 പേര് ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ജോലിക്കിടയിൽ ഈ പഴയ മറ്റേ ലാലേട്ടൻ സിനിമയെ കണ്ടിട്ടുള്ള സാധനം 90കളിൽ ലാലേട്ടൻ സിനിമയിലും മമ്മൂക്ക സിനിമയിലും കണ്ടിട്ടുള്ള സാധനമൊക്കെ ഇപ്പം വേണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്ന സ്ഥലത്താണ് ചന്നം പിന്നെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയലാകുന്നത്. അതുകൊണ്ട് ആ കൂടെ ആ സിനിമ കൊണ്ട് ഇപ്പം പ്രയോജനമുള്ളത് വക്കീലന്മാർക്കാണ്. ഈ അപ്പോൾ ഭാര്യ ചന്നം ഭിന്നം കേസാണ്, മനസ്സിലായേ? ഈ അല്ല, ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഈ ഷെയറിംഗ് ഉണ്ടല്ലോ, വർക്കിൻ്റെ ഒക്കെ. ഇപ്പം കുക്കിംഗ് ഉൾപ്പെടെ ഉള്ളതൊക്കെ ചെയ്തു കൊടുക്കും, ചെയ്യുമോ? ഞാൻ പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ പേരിലല്ല, ഞാൻ കുക്കിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കക്ഷിയാണ്. ഞാൻ എൻ്റെ കൂട്ടുകാർക്കെല്ലാം വെച്ച് വിളമ്പി കൊടുക്കുന്ന ആളാണ്. ഐ എം വെരി ഫേമസ് ഇൻ കുക്കിംഗ്. എൻ്റെ കൂട്ടുകാർ കൂടുന്നതിനകത്ത് ഫുഡ് സെർവ് ചെയ്യുന്നതിനകത്തും വാങ്ങിച്ചു കൊടുക്കുന്നതിനകത്തും ഭയങ്കര സന്തോഷം കണ്ടെത്തുന്നൊരു മനുഷ്യനാണ് ഞാൻ. ഏതാ ഏറ്റവും ഞാൻ തന്നെ കിട്ടില്ലാണെന്ന് തോന്നിയിട്ടുള്ള വിഭവം? മധുഹൂത്ത്. ഒന്ന് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അതൊരു അറബിക് ഡിഷാണ്, 1 pot കുക്കിങ്ങുള്ളൊരു സാധനമാണ്. അതും മട്ടൻ കറിയും. ഈ 2 സാധനം എന്താണെന്ന് അറിഞ്ഞൂടെ, ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും അസാധ്യ ടേസ്റ്റ്, സത്യം. എങ്ങനെ ഒന്ന് പറയാമോ അതിൻ്റെ കുക്കിംഗ് എങ്ങനെയാണെന്ന്? അതൊരു ദിവസം വന്നിട്ട് അത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് വന്ന് പങ്കെടുത്തിട്ട് അതിൽ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ശരിക്കും വിളിക്കുമോ? ശരിക്കും വിളിക്കുമോ? വിളിച്ച് ചോദിക്കണം എന്നാ ഉണ്ടാക്കുന്നതെന്ന്. അല്ലേ? അത് പിന്നെ അത് മാത്രമല്ല, ഞാൻ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ അത് പിന്നെ ഇവർ കഴിച്ച് കഴിഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞാലേ ഞാൻ ഈ ഡയലോഗ് അടിക്കത്തുള്ളൂ. എന്തില്ല, കാരണം ഞാൻ മറ്റേ ഊഹം വെച്ചുള്ള പരിപാടിയാണ്. എന്നിട്ട് പതുക്കെ സൈഡിൽ ഇരുന്നിട്ട് ചോദിക്കും, എങ്ങനെയുണ്ട്, കൊള്ളാവോ, നല്ല ടേസ്റ്റ്. എന്താണെന്ന് അറിഞ്ഞൂടാ, ഞാൻ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണെന്ന്. അപ്പം അവരൊരു വെറുക്കും. പക്ഷെ അതെനിക്ക് മാറ്ററല്ല, കാരണം അത് ഞാൻ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്.